സൗന്ദര്യലഹരി ആരംഭിക്കുകയാണ്. ശങ്കര ഭഗവത് പാദർ ശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായ സൗന്ദര്യ ലഹരി ആനന്ദലഹരിയാണ്, ശിവാനന്ദലഹരിയാണ്, എല്ലാം തികഞ്ഞതാണ്. കാരണം സത്യം എന്നത് എന്ത്, ശിവം എന്നതെന്ത്, സുന്ദരം എന്നുള്ളതെന്ത്? അപ്പോൾ സത്യം സത്യമായി ഇരിക്കുന്നതിനാൽ ശിവമായി തീരുന്നു. അങ്ങനെ ശിവമാകുന്നതിനാൽ സുന്ദരമാകുന്നു. ഈ പ്രക്രിയ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത് നമ്മളിലേക്ക് എത്തിയതിനാൽ സൗന്ദര്യഭാവത്തിലാകുന്നു, അതിനാൽ ലഹരിക്കുന്നു. സൗന്ദര്യ ലഹരി ആ സാക്ഷാൽ ശിവശക്തിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ ശങ്കരാചാര്യസ്വാമി ഇപ്രകാരം ഈ വരികൾ നമ്മളിലേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ ആ ലഹരിയിൽ, ആ പ്രവാഹത്തിലാണ്. ഇതിന്ന് ഇവിടെ തീരുന്നതല്ല, ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിനെ, ആ ലഹരിയിൽ മുങ്ങി ആഴത്തിലേക്ക് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമം ഭഗവാന്റെ ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും നജേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. ശിവഃ ശക്ത്യായുക്തോ എന്നാണ് ആരംഭിക്കുന്നത് തന്നെ. ശിവഃ ശക്ത്യായുക്തോ, യുക്തോ നമ്മളിപ്പോൾ യുക്തി എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ അല്ല, റാഷണൽ മീനിങ് അല്ല. ഇവിടെ യുക്തമാകുന്നത്, യുക്തമായത്. എന്താണ് യുക്തമായത്? നമ്മളെപ്പോഴും സത്യം എന്നൊരു വാക്ക് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് എന്തായിരിക്കും? കള്ളം. പുണ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ ചിന്തിക്കുന്നത്? പാപം. നല്ലത് എന്ന് പറഞ്ഞാൽ ചീത്ത. ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഓപ്പോസിഷൻ അല്ല ശിവനും ശക്തിയും. അങ്ങനെ ഓപ്പോസിഷൻ നിൽക്കുന്ന അവസ്ഥയിലല്ല. അത് മനസ്സിലാക്കാനായിട്ടാണ് യുക്തോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ യുക്തിയല്ല, അതങ്ങനെയാണ് സംഭവിക്കത്തുള്ളൂ. അതായത് നമ്മൾ ന്യൂട്ടന്റെ ലോ പറയുന്നത് പോലെ അതിനു മുൻപും ആപ്പിൾ താഴെ തന്നെയാണ് വീഴുന്നുകൊണ്ടിരുന്നത്. ആ നിമിഷത്തിൽ അത് സംഭവിച്ചു. അപ്പോൾ യുക്തമായിരുന്നത് അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. കാരണം ഗുരുത്വാകർഷണം അങ്ങനെയാണ്. അതാണ് യുക്തം. അതിനെ ചിന്തിച്ച് ഒരു ലോ ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരു വേദത്തിൽ അതിനെക്കുറിച്ച് ഒരു റെഫറൻസ് നമ്മൾ ഇന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് യുക്തി. പക്ഷെ അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത് മുൻപും, അത് യുക്തം. അപ്പോൾ ഇവിടെ ഓപ്പോസിഷണൽ അല്ല, ശിവനും ശക്തിയും യുക്തമായി യദി ഭവതി ശക്തഃ പ്രഭവിതും. അങ്ങനെ ശിവം ശക്തിയോട് ചേർന്നിരിക്കുന്ന ആ നിമിഷത്തിൽ ശക്തനായിത്തീരുന്നു. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ശക്തിയില്ലെങ്കിൽ ശിവൻ ശവമാണ് എന്ന്. ശിവം ശവമാണ്. ആ ശക്തി ഉള്ളിൽ വിളങ്ങുമ്പോൾ പ്രഭവിതും, പ്രഭ എന്നാൽ പ്രവാഹം ചൊരിയുന്നത്, പ്രഭാവം ചൊരിയുന്ന തേജസ്, അതാണ് പ്രഭ. നമ്മൾ പ്രഭു എന്ന് വിളിക്കുമ്പോൾ ആ ഭ എന്നത് തേജസ്സാണ്. എങ്ങനെയുള്ള തേജസ്? ഒരിടത്ത് തങ്ങുന്നതല്ല, സദാ പ്രഭാവം ചൊരിയുന്ന, പ്രവാഹത്തിൽ ആറാടുന്ന. അതിനാലാണ് ലഹരി. പ്രഭവിതും. എന്തിനാണ് പ്രഭവിതും? സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. ആ സൃഷ്ടി എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ബ്രഹ്മദേവൻ അവിടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ആ ഉള്ളിൽ വരുന്നതിനെയാണ് ഇവിടെ സൗന്ദര്യം. നമ്മൾ പേരെടുത്ത് പറയണ്ട, അത് അടുത്ത വരിയിൽ വരുന്നുമുണ്ട്. അപ്പോൾ നചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. അപ്പോൾ ഒരു സ്പന്ദനം പോലും,
സ്പന്ദിതുമതി, ഒരു ഇളക്കം, ഒരു തുടിപ്പ് പോലും ഭഗവാന് ശിവന് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ശക്തി ഉണ്ടായേ തീരൂ. ഇത് ശക്തിയുടെ ഏറ്റവും ഔന്നത്യത്തെ കുറിച്ച് നമ്മൾ ഈഗോയിഷായിട്ട് പറയുന്ന ഒരു രീതിയിൽ എടുക്കുകയേ ചെയ്യരുത്. ഇവിടെ ശക്തിയാണ് വലുത്, ശിവൻ ചെറുത്, ആ അർത്ഥത്തിലുള്ള ആ ഓപ്പോസിഷനൽ അല്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ആ രീതിയിലാണ്. നാരായണനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ശിവനെതിര്, ശിവൻ എന്ന് പറയുമ്പോൾ അത് നാരായണനെതിര്, ശക്തിയെ കുറിച്ച് പറഞ്ഞാൽ മറ്റെന്തോ കാര്യത്തിനെതിരെ, അങ്ങനെയല്ല. അതുകൊണ്ടാണ് യുക്തോ എന്ന് പറഞ്ഞത്. ഇവിടെ ഓപ്പോസിഷണൽ അല്ല. ഭഗവാൻ ഇവിടെ ഒരു സ്പന്ദനം പോലും ഭഗവാന്റെ ഉള്ളിൽ, ഭഗവാനിൽ നിന്നും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ശക്തി മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഭഗവാൻ സമാധിയിലാകുന്നു. അങ്ങനെ സമാധിയിലേക്ക് ചെന്നാൽ സൃഷ്ടി സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരവി, ത്രിമൂർത്തികളാലും ആരാധ്യയായ ദേവി. ആ ത്രിമൂർത്തികൾ ശക്തി ഉൾക്കൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സ്പന്ദനമെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ശക്തി ഉണ്ടായേ തീരൂ. അതിനാലാണ് ഇവിടെ മുക്കണ്ണനും മഹാദേവനുമായ ശിവനെയും നാരായണനെയും ബ്രഹ്മദേവനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. കാരണം അരും യുക്തം തന്നെയാണ്. ത്രിമൂർത്തികൾ ശക്തിയെ ആരാധിക്കുന്ന ആ നിമിഷത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അങ്ങനെ ഈ ത്രിമൂർത്തികളാലും ആരാധിക്കപ്പെടുന്നവളായ ആ ദേവിയെ, ആ പ്രഭയെ, ആ പ്രവഹിക്കുന്ന ശക്തി സ്വരൂപത്തെ കീർത്തിക്കുന്നതിന്, അതായത് നമ്മളിപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം അമ്മയെക്കുറിച്ച്, ദേവിയെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ചിന്തിക്കുന്ന, സ്മരിക്കുന്ന, പൂജിക്കുന്ന, ജപിക്കുന്ന ഈ നിമിഷത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമസ്കരിക്കാത്ത, അങ്ങനെ ചിന്തിക്കാത്ത, സ്മരിക്കാത്ത, ജപിക്കാത്ത, കീർത്തികളെ പറയാത്തവർ, പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ തന്നെ സമർത്ഥനായി തീരും? ഇത് ശങ്കരാചാര്യർ നമ്മളോട് പറയുന്നതാണ്. അത് നമ്മൾ കേൾക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പറയുന്നത് ആ ശങ്കരാചാര്യരാണ്. അങ്ങനെയുള്ള ദേവിയെ, ത്രിമൂർത്തികളും ആരാധിക്കപ്പെടുന്ന, ത്രിമൂർത്തികളും ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന ആ ദേവിയെ നമ്മൾ സ്മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് പുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ ഇവിടെ കൃത്യമായി പുണ്യം എന്നുള്ള വാക്ക് പറയുന്നു. കഥം അകൃത പുണ്യ പ്രഭവതി. കാരണം അത് പ്രവഹിക്കുന്നതിനാലാണ്. പ്രവഹിക്കാതെ ഒരിടത്ത് തങ്ങുമ്പോൾ അതിൽ പുണ്യം എന്നുള്ളത് പിന്നെ കാണത്തില്ല. സ്റ്റാഗ്നേഷനാണ്, സ്റ്റാഗ്നന്റ് ആയിരിക്കും. അത് ഡ്രെയിൻ ആവും, അതായത് ഡ്രെയിനേജ് ആവും. അതിൽ പിന്നെ കൊതുകുകൾ മുട്ടയിട്ട് തുടങ്ങും. അതും സൃഷ്ടിയാണ്. സ്റ്റിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി പറയാനായിട്ടാണ് ഇവിടെ പുണ്യ. അതുകൊണ്ട് അങ്ങനെയുള്ള ശിവനും ശക്തിയും ചേരുന്ന ഈ വരികളിലാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആ ശങ്കരാചാര്യർക്ക് നമസ്കാരം പറഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം. ശാന്തി ശാന്തി ശാന്തി. ശിവശക്തിയേ നമഃ.